എന്നെയാണോ? എന്തേ? ഞാനെന്താ ഈ പാട്ട കൊട്ടിക്കൊണ്ടിരിക്കണെന്ന് നിനക്കറിയുന്നോ? ഇല്ല. പുലി വരാണ്ടിരിക്കാൻ. അതിനിവിടെയെങ്കിലും പുലി ഇല്ലല്ലോ. എങ്ങനെ വരും? ഞാൻ പാട്ട കൊട്ടിക്കൊണ്ടിരിക്കേ. കഷ്ടം. പാടാ. എന്തോ? ഇയാൾക്ക് വട്ടല്ല, നല്ല ചവിട്ട് കിട്ടാത്തതിന്റെ കുഴപ്പാ. സഖാവിനൊരു 10 പൊറോട്ട എടുക്കട്ടെ? വേണ്ട, ഇവര് പോയിട്ട് മതി. അതെ, പരിപ്പാട് 2 ഉള്ളൂ, മതിയാവോ? ഓ മതി. സഖാവേ, ഇവന് ഇതുവരെ ഒരു ചുമതലയും പാർട്ടി ഏൽപ്പിച്ചിട്ടില്ല. ഒന്ന് പരിഗണിക്കണം. അങ്ങനെ ഓടിക്കേറി വരാവുന്ന ഒന്നാണോ സഖാവേ നമ്മുടെ പാർട്ടി? കുറച്ചു കാലം പ്രവർത്തിക്കട്ടെ. അവന്റെ അമ്മയുടെ ഒരു പാർട്ടി. ഒന്നുമില്ല, നേരത്തെ എടുക്കാന്ന് പറഞ്ഞ പൊറോട്ട ഇല്ല, അതെടുത്തോ. അതെങ്കിലും നടക്കട്ടെ. അല്ലെങ്കിലും സഭയിലേക്ക് ഒരാളുകൾ പാർട്ടിയെ തകർക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക. ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒന്ന് വിളിച്ചു. കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടാമെന്ന വ്യാമോഹത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്ന പേക്കുത്തുകൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നടിക്കരുത്. സ്വാശ്രയ കോളേജിന്റെ രൂപത്തിൽ സാമൂഹ്യ പാഠത്തിന്റെ പേരിൽ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം വ്യാജ കഥകളും വാർത്തകളുമാണ് നിങ്ങൾ കെട്ടിച്ചമച്ചത്. കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട വിശ്വാസികളെ മതത്തിന്റെ പേരിൽ നിങ്ങൾ തെരുവിലിറക്കിയില്ലേ? അതെ, ഈ നേരം കൊണ്ട് നമുക്ക് 10 പൊറോട്ടയും ബീഫും പോയി കഴിച്ചാലോ? വേണ്ടല്ലേ? അച്ചോ, അച്ഛനോട് വിഷമം പറയാൻ വന്ന തൊഴിലാളികളെ ഇങ്ങോട്ട് വിട്. അവരെ പാർട്ടി സംരക്ഷിക്കും. എത്ര കാലം? ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ ഫാദർ ഇങ്ങോട്ട് വന്നത്. ജോബിയുടെ കടുംപിടുത്ത ഈ സമരം ഇത്രയും നീളാൻ കാരണം. ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാ. പാർട്ടിയും കൂടി മനസ്സ് വെച്ചാൽ നടക്കില്ല. സമരം ജയിക്കുമെന്ന് ഉറപ്പായപ്പോ പല അളവുകളുമായി രംഗത്തിറങ്ങിയതായിരിക്കും മോളും പിന്നെ ഇവളുടെ അപ്പന്റെ കാശിന്റെ പിന്നാലെ പായുന്ന ഇടവകയും. ആ ചായ ഇവിടെ ചെലവാകില്ലച്ചോ. വന്ന വഴിക്ക് തന്നെ സ്ഥലം വിടാൻ നോക്ക്.